അള്ളാഹു 59-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്, അല്ലയോ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹനെ സൂക്ഷിക്കണം. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് നിങ്ങൾ നോക്കണം. നാളെ മത്സരയിലെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങൾ ഒറ്റയ്ക്ക് പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. ചേലാകർമ്മം ചെയ്യാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, നമ്മളെ സൃഷ്ടിച്ച നാഥന്റെ മുമ്പിൽ ഭയചകിതരായി നമ്മൾ ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന് വൈമിൻകും മിന്നാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, ആ നരകത്തിന്റെ വക്കിൽ നമ്മൾ എല്ലാവരും വരും. അത് വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല. അത് അല്ലാഹുവിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. 17-ാം അധ്യായം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. ഞാനും നിങ്ങളും ലോകത്തുള്ള സകല മനുഷ്യ സമൂഹവും ആദം നബിയുടെ സന്താന പരമ്പരകളിലെ മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ കോടതിയിൽ നരകത്തിന്റെ വക്കിൽ പോയി നിൽക്കുമെന്നാണ്. സൂര്യൻ നോക്കൂ, നമുക്ക് താങ്ങാനാകാത്ത ചൂടാണ്. ആധുനിക കേരളത്തിൽ ആഗോളതാപനം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നരകത്തിന്റെ ചൂടാവട്ടെ എത്രമേൽ ഭീകരമാണ് എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ പ്രധാനമായ ഒരു കാര്യം തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ലോകത്ത് ഒരുപാട് പർവ്വതങ്ങളുണ്ട്. അപ്പലേച്ചിയൻ പർവ്വതനിരകൾ, ആൽപ്സ് പർവ്വതനിരകൾ, ഹിമാലയം, എവറസ്റ്റ്, ഉഹുദ് മല, 8 കിലോമീറ്റർ നീളമുള്ള 2 കിലോമീറ്റർ വീതിയുള്ള ഉഹുദ് മല, അതുപോലെ കോർഫുക്കാലിലെ മലനിരകൾ, യമനിലും ഒമാനിലുമുള്ള മലനിരകൾ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള മലനിരകൾ, ഭൂമിയുടെ വസതികളായി ഔത്താദുകളായി നിലനിൽക്കുന്ന പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളുടെ മുമ്പിൽ അല്ലാഹു അമാനത്ത് ഉയർത്തി കാണിച്ചു. ആ പർവ്വതങ്ങളുടെ മുമ്പിൽ ഈ അമാനത്ത്, ഉത്തരവാദിത്തം, ഈ വലിയ ഭൂമുഖത്ത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം അത് നിങ്ങൾ നിർവഹിക്കുമോ, ഏറ്റെടുക്കുമോ എന്ന് പർവ്വതങ്ങളോട്, ആ പർവ്വതത്തിന്റെ തൊട്ടടുത്ത് പോയി നിന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി എത്ര നിസാരമാണ്. ആ മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ പർവ്വതങ്ങളോട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഉൾക്കൊള്ളുന്ന ആകാശങ്ങളോട്, 7 ആകാശത്തോട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, വയ്യ, ഞങ്ങൾക്കത് സാധ്യമല്ല. ഭൂമിയുടെ മുമ്പിൽ അമാനത്ത് ഉയർത്തപ്പെട്ടു. ഭൂമി പറഞ്ഞ് എനിക്ക് സാധ്യമല്ല. ഇന്നാ അർളിനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിലഹാ ഫഅശ്ഫഖന മിൻഹാ വഹമലഹ അൽ ഇൻസാൻ ഇന്നഹു കാന ലലൂമൻ ജഹൂല. പർവ്വതങ്ങൾ ഏറ്റെടുക്കാത്ത, സൂര്യനും ചന്ദ്രനും ഉൾക്കൊള്ളുന്ന ആകാശം ഏറ്റെടുക്കാത്ത, ഭൂമി ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്തം മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവരാണ് ഇവിടെയുള്ള എല്ലാവരും. സർവോപരി ഈ അമാനത്ത് ഏറ്റെടുത്തവരാണ് നമ്മൾ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓർക്കണേ, ചിന്തിക്കണേ, നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ കുറിച്ച് പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മളോട് ചോദിക്കും. ആ ഉത്തരവാദിത്തമാണ് മക്കളുടെ കാര്യത്തിൽ നമുക്കുള്ളത്. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചുവോ എന്ന് ഗൗരവമായ ആലോചനയ്ക്ക് വരേണ്ടതാണ്.